أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. صدق الله العظيم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂറത്തു യാസീൻ്റെ 25 മുതൽ 6 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. സൂറത്ത് യാസീൻ ഒരുപാട് പേര് ദിവസവും പാരായണം ചെയ്തതാണ്. അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാകുമ്പോൾ എന്താണ് ഞാൻ പാരായണം ചെയ്തത് എന്ന് മനസ്സിലുണ്ടാകും. ആ ഒരു ബോധ്യം നമ്മെ കൂടുതൽ പാരായണം ചെയ്യാനും പഠിക്കാനും ഇടവരുത്തും. അതുകൊണ്ട് ഈ സൂറത്ത് മുഴുവൻ പഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സർവശക്തൻ സഹായിക്കട്ടെ. അർത്ഥം ശ്രദ്ധിക്കാം. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ഇന്നി ആമന്തു, തീർച്ചയായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ബിറബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ. തീർച്ചയായും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങളുടെ നാഥനിൽ. ഫസ്മഊൻ, നിങ്ങൾ കേട്ടുകൊള്ളുക, നിങ്ങൾ കേട്ടുകൊള്ളുക. ഖീല, അപ്പോൾ പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അന്നേരം പറയപ്പെട്ടു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈത ഖൗമി യഅലമൂൻ. യാ ലൈത ഖൗമി, എൻ്റെ സമുദായം, യഅലമൂൻ, അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായം ഇതറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫർ ലി റബ്ബി, എൻ്റെ റബ്ബ് എന്തിനാണ് എനിക്ക് പുറത്തു തന്നതെന്നും വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നും ഈ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ ജനത, എൻ്റെ ബിമാ ഗഫർ ലി റബ്ബി, എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നത് എന്ന്, അതേപോലെ തന്നെ എന്നെ ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നും ഈ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഅ. വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല, അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ, മിൻ ജുന്ദിൻ, ഒരു സൈന്യത്തെ, മിനസ്സമായി, ആകാശത്തു നിന്ന്, അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് മേലെ ഒരു സൈന്യത്തെ നാം ആകാശത്തു നിന്ന് ഇറക്കിയിട്ടില്ല. വമാകുന്ന മുൻസിലിൻ, നാം അങ്ങനെ ഇറക്കുകയും ചെയ്യാറില്ല. വമാകുന്ന മുൻസിലിൻ, നാം അങ്ങനെ ഇറക്കുകയും ചെയ്യാറില്ല. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ, അതൊരു ഘോര ശബ്ദം മാത്രമായിരുന്നു. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ, അതൊരു ഘോരമായ അട്ടഹാസമായിരുന്നു, അല്ലെങ്കിൽ ഘോര ശബ്ദമായിരുന്നു. ഫൈദാഹും, അപ്പോൾ അവരതാ, ഹാമിദൂൻ, ആകെ കെട്ടടങ്ങിപ്പോയി, അപ്പോഴവരാകെ കെട്ടടങ്ങിപ്പോയി. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അടിമകളുടെ മേലുള്ള ദുഃഖമേ,
യാ ഹസ്രത്തൻ ദുഃഖമേ അലൽ ഇബാദ് അടിമകളുടെ മേലുള്ള മാ യതീഹിം അവർക്ക് വന്നില്ല മിർ റസൂലിൻ ഒരു ദൂതനും അവർക്കൊരു ദൂതനും വന്നില്ല ഇല്ല കാനൂബിഹി യസ്തഹസിഊൻ അവർ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടല്ലാതെ. അതായത് ഒരു ദൂതനും അവർക്ക് വന്നില്ല അവർ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടല്ലാതെ. കഴിഞ്ഞ ആയത്തിൽ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്ന് വന്നതും ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണമെന്ന് ജനതയോട് അപേക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ അവരാരും അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ക്രുദ്ധരാവുകയും ദേഷ്യം പിടിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം തീർത്ത് പറഞ്ഞു, ഇന്നി ആമന്ത് ബിറബ്ബിക്കും, ഞാനിതാ എൻ്റെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളാരും വിശ്വസിക്കുന്നില്ലേ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ രക്ഷിതാവിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഫസ്മഊൻ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ. നിങ്ങളെല്ലാവരും വിലക്കുന്നുണ്ടെങ്കിൽ ആ വിലക്ക് എനിക്ക് ബാധ്യതയില്ല. ഞാൻ അള്ളാഹുലിത വിശ്വസിച്ചിരിക്കുന്നു, എല്ലാവരും കേട്ടോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ആ സമയത്ത്, അഥവാ ഞാൻ വിശ്വസിച്ചു എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞതോടു കൂടി തന്നെ അദ്ദേഹത്തെ ഒരു കൊന്നുകളഞ്ഞു. ആ കൊന്നു എന്ന് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കൊന്ന ഉടനെ അള്ളാഹു അദ്ദേഹത്തോട് അറിയിക്കുന്നു, ഖീല പറയപ്പെട്ടു, അഥവാ അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. കാരണം അദ്ദേഹം രക്തസാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊണ്ടു എന്നതല്ലാതെ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ വേറെ താമസമൊന്നുമില്ല. ഖീല ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കയറിക്കോ, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞോ എന്ന് തന്നെയല്ല അതിനർത്ഥമാക്കേണ്ടത്. അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പായി എന്ന് നമുക്കിതിലൂടെ മനസ്സിലാവേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം സ്വർഗം ഉറപ്പായ സമയത്ത് അദ്ദേഹം പറയണം, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനത ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ ആളുകൾ, എൻ്റെ ജനത ഈ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ, എന്തിനാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തന്നതെന്നും എന്നെ എന്തിനാണ് ഈ ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതെന്നും ഈ എൻ്റെ ജനത മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോഴും അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ജനത ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ വലിയ പദവി അത് അവർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. നാട്ടുകാർ കൂടി സ്വർഗത്തിലാവേണ്ടിയിരുന്നു. ആ സ്വർഗത്തിലുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകുറ്റം മുഴുവൻ മാപ്പാക്കി. അതിനെന്താ കാരണം? അദ്ദേഹം രക്തസാക്ഷിയായതുകൊണ്ട്. ആ രക്തസാക്ഷിത്വം എത്ര വലുതാണ് എന്ന് ഈ എൻ്റെ ജനത മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് മാലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ശുഹദാക്കളുടെ കൂടെ നാളെ സ്വർഗത്തിലെത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ ശുഹദാക്കൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതാണ്. സിറാത്ത് മുസ്തഖീം മുറിച്ച് കിടക്കാൻ പലരും വളരെ വിഷമം പിടിക്കുമ്പോൾ വളരെ സ്പീഡിൽ ഓടി സിറാത്ത് മുസ്തഖീം, സിറാത്ത് പാലം കിടക്കാൻ കഴിയുന്നവരാണ് ശുഹദാക്കൾ. അപ്പോൾ ആ ശുഹദാക്കൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ് എന്ന് എൻ്റെ ജനത അറിഞ്ഞിട്ട് അവരും സ്വർഗാവകാശികളായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആത്മഗതം ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നശിപ്പിക്കാൻ ഒരു ആകാശത്തുനിന്ന് ഒന്നായിട്ട്, ഒരു പട്ടാളത്തൊന്നായിട്ട് അയച്ചിട്ടില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു പതിവുമില്ല. വമാ കുന്നാ മുൻസിലീൻ, നമ്മളങ്ങനെ ഇറക്കലുമില്ല. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഇവിടെ ഉള്ളതൊക്കെ. അള്ളാഹുവിന് ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ അതിനകത്തൊരു പണിയുമില്ല. ഏത് സൃഷ്ടിജാലങ്ങളെ വേണമെങ്കിലും അബ്രഹത്തിൻ്റെ സൈന്യത്തെ വളരെ ചെറിയ ആ നിസ്സാരമായ വസ്തുക്കൾ കൊണ്ട് നശിപ്പിച്ചില്ലേ? അപ്പോൾ അത്രയും ചെറിയ കാര്യങ്ങളെ കൊണ്ട് പോലും ആനപ്പടയെ ഒതുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ, അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവരെ നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സൈന്യത്തെ അയക്കേണ്ട ഒരു സംഗതിയില്ല. സൈന്യത്തൊന്നും അയക്കലുമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്താ സംഭവിച്ചത്? ഇൻകാനത്തില്ല സ്വൈഹത്തം വാഹിദ, ഒരു ഘോരമായ അട്ടഹാസന, ഒരു ഭയങ്കരമായ ശബ്ദമാണ്. ആ ശബ്ദത്തോടുകൂടി ആ നാട്ടുകാർ പോയി കെട്ടടങ്ങി എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു എന്നാണ്. പിന്നെ അവരൊരു ബാക്കിയില്ല. കെട്ടടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ഊഷ്മളമാകുക എന്നതിൻ്റെ നേരെ വിപരീതമാണ്. അതോടുകൂടി നമ്മൾ കത്തി തെളിയുന്നതിന് പകരമായിട്ട് തീർന്നു പോവുക, ഇനി ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലെത്തുക. യാ ഹസ്രത്തൻ അലൽ ഇബാദ്, അടിമകളുടെ മേലുള്ള ദുഃഖമേ. ഇത് ആത്മഗതമാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കാകാം, മലക്കുകൾ ഇത് കണ്ടുകൊണ്ട് പറഞ്ഞതാവാം. എന്തായാലും
ഇവർക്കുള്ള ശിക്ഷ കിട്ടാനുള്ള കാരണം മായത്തിഹിമിർ റസൂലിൻ ഇല്ലാ കാനു ബിഹി യസ്തഹ്സിഊൻ. ഏത് പ്രവാചകൻ വന്നാലും അവരെ പരിഹസിക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെ ഇവരുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ ഒടുങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷകനാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കേണ്ടവരെ ശരിയായ രൂപത്തിൽ ശിക്ഷിക്കുന്നവരുമാണ്. അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെട്ട കൂട്ടത്തിൽ എത്താനും നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.